നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു കിടിലൻ ചിക്കൻ ഫ്രൈ ആണ്. ഇത് നമ്മൾ ഉണക്കമുളകൊക്കെ ചുട്ടരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പല രീതിയിലും ചിക്കൻ ഫ്രൈ നമ്മൾ ചെയ്യാറുണ്ട്, പക്ഷേ ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. എത്ര എണ്ണം വേണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടം. അത് ഞാൻ ചുട്ടെടുക്കാൻ പോവുകയാണ്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈസി ആയിട്ട് ചുടാൻ വേണ്ടിയിട്ട് ഈ പപ്പടക്കോലിൽ ഒന്ന് കുത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റൗവിൽ ഇങ്ങനെ കാണിച്ചാൽ മതി. വിറകടുപ്പുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ പക്ഷേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം ഞാനിങ്ങനെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. നല്ലതായിട്ട് അടുപ്പിച്ച് ഫ്ലെയിമിനോട് അടുപ്പിച്ച് പിടിക്കരുത്. ഞാനതെല്ലാവരും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സാധാ മുളകാണ് കേട്ടോ. മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു, പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കിലോ ചിക്കനാണ് നമുക്കുള്ളത്. 4-5 അല്ലി ചുവന്നുള്ളി എടുത്തു. 6-7 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതാണ് ഞാൻ ഇട്ടത്. വെറുതെ ഇട്ടാലും മതി. 1/2 ടീസ്പൂൺ ഗരം മസാല, പാകത്തിനുള്ള ഉപ്പ്, നല്ല കട്ടിയുള്ള തൈരാണ്, അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉള്ളൂ, എക്സ്ട്രാ ഒന്നുമില്ല. അതിലേക്ക് കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. കാശ്മീരി തന്നെ വേണമെന്നില്ല കേട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചേർത്തു എന്നേ ഉള്ളൂ. 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരിപ്പൊടി ചേർക്കുന്നത് പുറമേ ഒന്നിങ്ങനെ ക്രിസ്പി ആയിട്ട് നല്ലൊരു കോട്ടിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടി ആയാലും കുഴപ്പമില്ല, കോൺഫ്ലവർ ആയാലും കുഴപ്പമില്ല. ഇനി ഒരു മുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ മുട്ടയുടെ വെള്ളം മാത്രമേ എടുത്തുള്ളൂ. 1 കിലോ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുട്ട ഫുൾ എടുക്കാം. മഞ്ഞ എടുത്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് ഫസ്റ്റ് വെള്ളം അങ്ങ് വന്നപ്പോൾ വെള്ളം എടുത്തു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരുമിച്ചാണ് 1 കിലോ ചിക്കനൊക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ ഒരു മുട്ട ഫുള്ള് ചേർക്കാം. ഇപ്പോൾ റെഡിയായി. ചിക്കൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏത് വലുപ്പത്തിലുള്ള പീസായാലും കുഴപ്പമില്ല. ഞാൻ ലെഗ് പീസ് വലുതാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെറിയ കഷ്ണങ്ങളാണ്. ചെറിയ കഷ്ണങ്ങളായിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ചിക്കൻ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കാരണം മസാലയൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കും. നേരെ മറിച്ച് വലിയ കഷ്ണങ്ങളാകുമ്പോൾ ഉള്ളിലേക്കൊന്നും മസാല പിടിക്കില്ലല്ലോ. അപ്പോൾ വലിയ പീസ് ആക്കിയിട്ടില്ല ഞാൻ, ലെഗ് പീസ് മാത്രം അങ്ങനെ ഇട്ടു എന്നേ ഉള്ളൂ. ഈ മസാല തേച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് എണ്ണ ഒഴിച്ച് കൊടുക്കരുത്. നിറയെ എണ്ണയൊന്നും വേണ്ട, കുറച്ച് മാത്രം എണ്ണ മതി. കാരണം നമ്മൾ ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്ക് കോട്ടിങ് എല്ലാം ആ എണ്ണയിൽ അങ്ങ് ആയിപ്പോവും. അപ്പോൾ വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിക്കുക. അങ്ങനെ മുങ്ങിക്കിടക്കത്തക്ക രീതിയിലൊന്നും എണ്ണ വേണ്ട. എണ്ണ നല്ല ചൂടിലിരിക്കുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേണം ചെയ്യാൻ. കാരണം പുറം ഭാഗമൊക്കെ നമ്മൾ മുട്ടയൊക്കെ ചേർത്തത് കാരണം പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, അകത്തൊക്കെ വേവാതെയും വരും. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കോട്ടിങ് എല്ലാം അതിൻ്റെ പുറത്ത് തന്നെ ഉണ്ട്, ഒന്നും എണ്ണയിലേക്ക് മാറിപ്പോയിട്ടില്ല. മിക്കപ്പോഴും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലമാണ്, കോട്ടിങ് എല്ലാം ആ എണ്ണയിലേക്ക് അങ്ങ് ഒലിച്ചു പോവും. മാക്സിമം ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഈ നമ്മൾ മുളക് ചുട്ടരയ്ക്കുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റുമാണ്. ഒരിക്കലും നമ്മൾ കഴിച്ചിട്ടില്ലാത്തൊരു ഫ്ലേവർ തോന്നും. ഒരു റിസ്ക്കും ഇല്ല മുളക് ചുട്ടെടുക്കാൻ. ഞാൻ ചെയ്യണപ്പോൾ നിങ്ങൾ കണ്ടു. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു 2 പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുന്നുള്ള പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കാം. പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ പച്ചമുളക് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. ആ മുളക് കഴിക്കാനും ടേസ്റ്റാണ്, മാത്രമല്ല ഈ ചിക്കനിലേക്ക് ആ മുളകിൻ്റെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കംപ്ലീറ്റ് ഒരു ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ആദ്യം തന്നെ മുളക് ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ മുളക് കരിഞ്ഞു പോവും. ഹാഫ് കുക്കൊക്കെ ആകുമ്പോൾ മുളക് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ ഇതെല്ലാം ഫ്രൈ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുമാണ്. മുളക് ചുട്ടെടുക്കാൻ എടുക്കുമ്പോൾ കാശ്മീരി എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കളർ അതും തന്നെ കിട്ടുമല്ലോ. ഞാൻ സാധാ മുളകാണ് എടുത്തത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ചെയ്യുക.